മുകേഷ് ഞങ്ങളുടെ പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ, വെറുതെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? MLA ആണ്, അത് പറഞ്ഞല്ലേ അന്നേരം തന്നെ ഞാൻ പറഞ്ഞല്ലോ MLA സംബന്ധിച്ചുള്ള കാര്യം. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വളരെ ശക്തിയായിട്ട് കേരളം ചർച്ച ചെയ്തതാണ്. ഞാൻ കേരളം എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. കേരളം ചർച്ച ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളാരെങ്കിലും ചർച്ച ചെയ്തതൊന്നുമല്ല. കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രശ്നം സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പറയാനും സാധിക്കില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ എഫിഡവിറ്റ് കൊടുത്തപ്പോൾ ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പം നിങ്ങളോട് ചോദിക്കുക നമ്മളോട്. അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ പിന്നെ വ്യക്തമായിട്ട് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അബോർഷൻ്റെ പ്രശ്നം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അതിപ്പോൾ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു സ്കാൻ പോലും ചെയ്യാതെ ഈ ആധുനിക സമൂഹത്തിൽ ഗർഭചിത്രം നടത്തുക എന്നുള്ളത്, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇമാതിരിയുള്ള കാര്യം മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? അടൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടാണ് പ്രവർത്തന കേന്ദ്രം, അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർക്കിടയിൽ തന്നെ വൈരുദ്ധ്യം രൂപപ്പെട്ടു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതാണ് വീക്ഷണം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ മിനിഞ്ഞാന്ന് വന്നത്. ഇന്നലല്ല, മിനിഞ്ഞാന്ന് വന്നിന്. ഇന്നലെ അതിനെപ്പറ്റി ചർച്ച ചെയ്തത് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ശരിക്ക് മിനിഞ്ഞാന്നാണ് അങ്ങനെ വന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അത് അവർ ചിലപ്പോൾ അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്ക് പോലും എതിരായിട്ടാണ് ആ വിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീർണതയാണ്, കോൺഗ്രസിൻ്റെ ഒരു ജീർണതയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരെല്ലാം സംരക്ഷിക്കുന്നു, ആരെല്ലാം എതിർക്കുന്നു എന്നുള്ളതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവികാരത്തെ സംബന്ധിച്ച് മാത്രമേ ഞാൻ അതിന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പ്രത്യേക ഡിമാൻഡ് വെച്ച് എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ പറഞ്ഞത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഈ രണ്ട് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അല്ല, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിലാകെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ കുട്ടി അവിടെ പരാതി കൊടുത്തു എന്ന് വന്ന ആ നിമിഷമാണ് മുങ്ങിയത്. അതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റുള്ളവരെല്ലാം പരിഹസിക്കുകയായിരുന്നു. എന്താണ് അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ അവർ പരാതി കൊടുക്കില്ലായിരിക്കും എന്നാണ് ധരിച്ചിട്ടുണ്ടാകുക. പക്ഷെ കൊടുത്തപ്പോഴാണ് മുങ്ങിയത്. ആ മുങ്ങലിപ്പോൾ മുങ്ങി തന്നെ കിടക്കുകയാണ്. അത്രയേ ഉള്ളൂ. ആ അതെ. അയാൾക്കെതിരായിട്ട് നടപടി ഞങ്ങൾ ആവശ്യമായ രീതിയിൽ നമ്മൾ എടുക്കും. അതിന് ധൃതിപ്പെടേണ്ട. അതിപ്പോൾ ഇന്ന് തന്നെ എടുക്കണം, നാളെ എടുക്കണം എന്നല്ലല്ലോ. ജയിലാണ് അയാളുള്ളത്. അയാൾക്കിപ്പോൾ സംഘടനാ പ്രവർത്തനത്തിനൊന്നുമില്ലല്ലോ. ജയിലിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുമോ? ജയിലിലാളുള്ളത്. പ്രതി ചേർത്താൽ ഉടനെ തന്നെ നടപടിയെടുക്കും. ആരാ പറഞ്ഞിരിക്കുന്നത്? പാർട്ടിൻ്റെതായ രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് നടപടിയെടുക്കും. ആവശ്യമായ നടപടിയെടുക്കും. ഒരു സംശയവും വേണ്ട. അത് ഈ മാക്കൂട്ടത്തിനെതിരായി എടുത്ത നടപടിയൊന്നുമല്ല ഞങ്ങൾ എടുക്കുക. ശരിയായ നിലപാട് സ്വീകരിക്കും. പാർട്ടിക്ക് അതിൻ്റെ എത്രയോ നിലപാട് സ്വീകരിച്ച അനുഭവമുണ്ട് പാർട്ടിക്ക്. ജയിലിലായി എന്നുള്ളതുകൊണ്ട് ആകട്ടെ, നിങ്ങളിപ്പോൾ ആരോപിച്ച് കൊണ്ടുവന്നതല്ലേ, അത് സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വസ്തുത എന്നുള്ളത് പൂർണ്ണമായിട്ട് വരട്ടെ. ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് എന്തിനാണ് തിരക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാങ്കൂട്ടത്തിൽ ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കേട്ടാ. അത് രണ്ടും തന്നെയാണ്. ജയിലിലായിരിക്കും. അങ്ങനെ ആരെല്ലാം ജയിലിൽ, ഞങ്ങളെല്ലാം ജയിലിൽ കിടന്നില്ലേ? അല്ല, ജയിലിലാണെന്ന് പറഞ്ഞാൽ എന്തോ ജയിലിൽ കേട്ടാൽ ഉടനെ തന്നെ വെപ്രാളപ്പെട്ട് പോകുന്നവരെ ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രവർത്തകന്മാരായിരിക്കും. അല്ലാണ്ട് അങ്ങനെയാണോ? അല്ലല്ലോ, നല്ല കേസാണ്, വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന ഉറപ്പാണ് അവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ ആയിരിക്കും, എനിക്കത് രണ്ടും ഒരുപോലെയല്ല. രണ്ടും രണ്ടായിട്ട് തന്നെ ഞാൻ കാണുന്നത്.
ഞങ്ങൾ രണ്ടും ജനങ്ങളെന്ന് പറയണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. ജനങ്ങളുടെ വക്താവായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പറയുന്ന കുറച്ചാൾ ഉണ്ടാവണ്ട. ഞങ്ങളെല്ലാം പെട്ടതാണല്ലോ ജനങ്ങൾ, അല്ലാണ്ട് നിങ്ങൾ മാത്രമുള്ള കുറച്ചാളല്ലോ ജനങ്ങൾ. അതുകൊണ്ട് എല്ലാ ജനങ്ങളെ പറ്റിയൊന്നും വിശദീകരിക്കണ്ട. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അല്ല, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിവരങ്ങളും വരട്ടെ. നിങ്ങൾ ധൃതിപ്പെടേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ ഇല്ലാന്നും. ഞാൻ പറഞ്ഞല്ലോ പരിപൂർണ പിന്തുണയാണെന്നും. SIT അന്വേഷണത്തിന് പരിപൂർണ പിന്തുണയാണ്. അല്ല, മൊഴിയൊന്നും ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അറിയില്ല, എനിക്കറിയിപ്പോൾ ഒരു വിവരവുമില്ല. നിങ്ങൾക്കും വിവരമില്ല. നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച വാർത്തയത്. അതാ പറഞ്ഞത്, അത് നിങ്ങളുണ്ടാക്കിയ വാർത്തയാന്ന്. അത് വാസുവിൻ്റെ ഏതോൻ്റെ മൊഴിയായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരു വാർത്തയാണ്. ആ വാർത്തക്ക് ഉത്തരവാദിത്വം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. നിങ്ങളെന്നെ പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, വേറെ ഒരു സംശയവും ഉണ്ടാവണ്ട. SITയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സത്യസന്ധമായ അന്വേഷണം പൂർത്തിയായി വരുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ പകുതി വന്ന രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. നല്ലോണം വന്നോട്ടെ, നന്നായിട്ട് വരട്ടെ. വന്നതിന് ശേഷം ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നേ അന്നും പറഞ്ഞിട്ടുള്ളൂ, ഇന്നും അതേ പറയുന്നുള്ളൂ. അതെല്ലാവർക്കും അറിയാലോ. അത് പിന്നെ എന്തിനാ FIR വരുന്നത്? അല്ല, FIR വരേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നത്? ഒരു കാര്യമുണ്ട്, അവരെന്നെ നേരിട്ട് പറയല്ലേ ലോകത്തോട്. ആ കുട്ടികളെന്നെ പറയല്ലേ, പീഡിപ്പിക്കപ്പെട്ട കുട്ടികളെന്നല്ലേ പരസ്യമായിട്ട് ലോകത്തോട് മുഴുവൻ പറഞ്ഞത്. ഞാനും നിങ്ങളെല്ലാം നിങ്ങളുടെ ചാനലല്ലേ കേട്ടത്. എവിടെ? അതെ, ആ സ്വർണ്ണ തട്ടിപ്പുമായി ഇവർക്ക് ഉള്ള ബന്ധം സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യമല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് പൂർത്തിയാവട്ടെ എന്ന്. നിങ്ങൾക്ക് എന്തിനാണ് 2 ആഴ്ചക്കോ 3 ആഴ്ചക്കോ ഉള്ളതിൻ്റെ സംശയം ഇപ്പോൾ തന്നെ എടുക്കേണ്ട കാര്യം? ഞങ്ങൾക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ വെച്ചുകൊണ്ട് ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിപ്പോൾ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് വരട്ടെ, അന്വേഷണത്തിന് പൂർത്തിയായി വരൂലേ. ഇപ്പം എല്ലാം ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ചോദ്യം ചെയ്ത് പൂർത്തിയാവുമല്ലോ. നമുക്ക് നോക്കാം. നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ഞാനല്ലേ പറയുന്നത്. ഉറപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്. നടപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകൾ പ്രതിയാകുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPM-നില്ല. ഞങ്ങൾക്കിതിൻ്റെ അകത്ത് എന്താ ഭയപ്പെടാനുള്ളത്? നടപടി ആവശ്യമായ രീതിയിൽ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലുള്ള അന്വേഷണവും അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാവണം. അത് പൂർത്തിയാവട്ടെ. അവർ പറയുന്നതും ഞാൻ നോക്കുന്നില്ല. അത് അന്വേഷണം പൂർത്തിയായിട്ട് എടുക്കും. അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം എടുക്കുന്നില്ല. നിങ്ങളിപ്പം പറയാൻ തുടങ്ങി എത്ര ദിവസമായി? ഞാൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിലെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നടപടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് നടപടി എടുക്കുന്നത്, അവരിപ്പം MLA ഒന്നുമല്ലല്ലോ, പത്മകുമാർ MLA ഒന്നുമല്ലല്ലോ, ജനപ്രതിനിധിയുമല്ല, പാർട്ടി കേഡർ എന്ന രീതിയിലുള്ള ഒരാളാണ്. ആ പാർട്ടി കേഡറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ ധാരണയോടുകൂടി ഈ വരുന്ന ചെറിയ ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്ക് അതിൻ്റെ പൂർണ്ണമായ ചിത്രം ലോകത്തിന് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആവശ്യമായ ഈ നിലപാട് സ്വീകരിക്കും. അതിന് ധൃതിപ്പെടുത്തി ഇപ്പോൾ തന്നെയാണ് രാഹുൽ മാക്കൂട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിലൊന്നും CPM-നെ കിട്ടില്ല. മുകേഷ് ഞങ്ങളുടെ പാർട്ടി മെമ്പർ പോലും ആയിരുന്നില്ലല്ലോ. വെറുതെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? MLA ആണ്. അത് പറഞ്ഞല്ലേ അന്നേരം തന്നെ ഞാൻ പറഞ്ഞല്ലോ MLA-നെ സംബന്ധിച്ചുള്ള കാര്യം. അത് പറഞ്ഞാൽ അന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം കൂടിയല്ലേ സംരക്ഷിക്കുന്നതെന്നും. അല്ലെങ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടൂലേ രാഹുലിനാ? നിങ്ങളാരൊക്കെ നോക്കുന്നുണ്ടോ? പോലീസിന് ഒരു പരിമിതി ഉണ്ടാവും, ആരോ കിട്ടിയിട്ടുണ്ടാവില്ല. പോലീസ് പിടിക്കുമെന്ന് വിചാരിക്കാം. അതിന് പിന്നെ വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്ലാനോ ഞങ്ങൾക്ക് എന്തിനാ അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട കാര്യം? കിട്ടുന്ന വേഗം തന്നെ പിടിക്കുന്നതായിരിക്കൂലേ സ്വാഭാവികമായിട്ടും പോലീസ് ആഗ്രഹിക്കുക. അത് ഘട്ടം വന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഘട്ടത്തിനൊന്നുമല്ല ഇതിൽ പ്രസക്തിയുള്ളത്. അങ്ങനെ കുട്ടി പോയി ഈ ആക്ഷേപം ഉന്നയിച്ചു, അപ്പോഴാണല്ലോ പ്രശ്നം വരിക. അതിപ്പോൾ ഇന്നാണ് നാളെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കോൺഗ്രസ് സഹായിച്ചില്ല ഒഴിവ് പോകാൻ പറ്റുമോ? കോൺഗ്രസ് ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ പറയുന്നതാണ് കുറേയും കൂടി ശരിയാകുക. ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.